എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 6ാം ക്ലാസ്സിൻ്റെ 6ാമത്തെ യൂണിറ്റായ ഗുണിതങ്ങളും ഘടകങ്ങളും നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം. ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം കേട്ടോ. 1, 2, 3 എന്നിങ്ങനെയുള്ള എണ്ണൽ സംഖ്യകളെല്ലാം ഏതെങ്കിലും ഒരു എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന സംഖ്യകളാണ് ആ സംഖ്യയുടെ ഗുണിതങ്ങൾ. ഉദാഹരണമായിട്ട് എണ്ണൽ സംഖ്യകളെയെല്ലാം 2 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന 2, 4, 6, 8 എന്നീ സംഖ്യകളാണ് 2ൻ്റെ ഗുണിതങ്ങൾ. 2ൻ്റെ ഗുണിതങ്ങളും 4ൻ്റെ ഗുണിതങ്ങളും ഒന്നും എഴുതി നോക്കാം. അതിൽ പൊതുവായിട്ട് 2ൻ്റെ ഗുണിതങ്ങൾ 4ലും വരുന്നുണ്ട്. നോക്കിയേ, 4, 8 വരുന്നുണ്ട്. പിന്നെ നോക്കി 12 ഉണ്ട്, 16, 20 കാണില്ലേ. 4 = 2 × 2 ആയതുകൊണ്ട് 4ൻ്റെ ഗുണിതങ്ങളെല്ലാം 2ൻ്റെ ഗുണിതമായിട്ടും എഴുതാൻ പറ്റും. ഇതുപോലെ 6 എന്ന സംഖ്യ 2ൻ്റെയും 3ൻ്റെയും ഗുണിതമാണല്ലോ. അപ്പോൾ 6ൻ്റെ ഗുണിതങ്ങളെയെല്ലാം ഏതെല്ലാം സംഖ്യകളുടെ ഗുണിതമായിട്ട് എഴുതാം? നോക്കിയേ, 6 × 1 6, 2 3 6, 3 2 6, 6 2 12, 2 6 12, 3 4 12. ഒരു സംഖ്യയുടെ ഗുണിതത്തിൻ്റെ ഗുണിതങ്ങളെയെല്ലാം ആ സംഖ്യകളുടെയും ഗുണിതങ്ങളാണ്. ചുവടെ പറയുന്ന ഗുണിതങ്ങളെല്ലാം മറ്റേതെല്ലാം സംഖ്യകളുടെ ഗുണിതമാണെന്ന് പറയുക. 8ൻ്റെ ഗുണിതങ്ങൾ, 10ൻ്റെ, 12ൻ്റെ ഗുണിതങ്ങൾ. നമുക്കിനി ആൻസർ നോക്കാം. 8ൻ്റെ ഗുണിതങ്ങളെല്ലാം 2ൻ്റെയും 4ൻ്റെയും ഗുണിതങ്ങളാണ്. ഇനി 10ൻ്റെ ഗുണിതങ്ങളെല്ലാം 2ൻ്റെയും 5ൻ്റെയും ഗുണിതങ്ങളാണ്. 12ൻ്റെ ഗുണിതങ്ങൾ 2, 3, 4, 6ൻ്റെയും ഗുണിതങ്ങളാണ്. 6 2 12. ചുവടെ പറയുന്ന ഓരോന്നും ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുക. 20ൻ്റെ ഗുണിതങ്ങളെല്ലാം 10ൻ്റെയും ഗുണിതങ്ങളാണ്. 10ൻ്റെയും ഗുണിതങ്ങളെല്ലാം 20ൻ്റെയും ഗുണിതങ്ങളാണ്. 15ൻ്റെ ഗുണിതങ്ങളെല്ലാം 5ൻ്റെയും ഗുണിതങ്ങളാണ്. 15ൻ്റെ ഗുണിതങ്ങളെല്ലാം 3ൻ്റെയും ഗുണിതങ്ങളാണ്. 5ൻ്റെ ഗുണിതങ്ങളെല്ലാം 15ൻ്റെയും ഗുണിതങ്ങളാണ്. 3ൻ്റെ ഗുണിതങ്ങളെല്ലാം 15ൻ്റെയും ഗുണിതങ്ങളാണ്. ആൻസർ ഒന്നാമത്തെ ശരിയാണ്. 20 = 2 × 10 ആയതിനാൽ 20ൻ്റെയും ഗുണിതങ്ങളെല്ലാം 10ൻ്റെയും ഗുണിതങ്ങളാണ്. ഇനി രണ്ടാമത്തെ തെറ്റാണ്. 10ൻ്റെ ഗുണിതങ്ങളെല്ലാം 20ൻ്റെ ഗുണിതങ്ങളല്ല. ഇനി മൂന്നാമത്തെ ശരിയാണ്. 15 = 3 × 5, 15ൻ്റെ ഗുണിതങ്ങൾ 5ൻ്റെയും ഗുണിതങ്ങളാണ്. നാലാമത്തതും ശരിയാണ്. 15 = 5 × 3 15, 15ൻ്റെ ഗുണിതങ്ങളെല്ലാം 3ൻ്റെയും ഗുണിതങ്ങളാണ്. അഞ്ചാമത്തെ തെറ്റാണ്. 5ൻ്റെ ഗുണിതങ്ങൾ 5, 10, 15, 20, 25, 30. 15ൻ്റെ ഗുണിതങ്ങളൊക്കെ 15, 30, 45, 60, 75, 90. 5ൻ്റെ ഗുണിതങ്ങളെല്ലാം 15ൻ്റെ ഗുണിതങ്ങളല്ല. അപ്പോൾ തെറ്റാണ്. പിന്നെ അടുത്തത് തെറ്റാണത്. 3ൻ്റെ ഗുണിതങ്ങൾ 3, 6, 9, 12, 15, 18, 21. 15ൻ്റെ ഗുണിതങ്ങൾ 15, 30, 45, 60, 75, 90. 3ൻ്റെ ഗുണിതങ്ങളെല്ലാം 15ൻ്റെ ഗുണിതങ്ങളല്ല. ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ ഗുണനഫലമായി പലതരത്തിൽ എഴുതാമല്ലോ. നോക്കിയാൽ 30ൻ്റെ പലതരത്തിൽ എഴുതാം അല്ലേ. 1 × 30 30, 2 × 15 30, 3 × 10 30, 5 6 30. ചുവടെയുള്ള സംഖ്യകൾ ഓരോന്നിനെയും അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് പിരിച്ചെഴുതാമോ? 24, 35, 36, 60, 100. ഇത് നമുക്ക് പിരിച്ചെങ്ങനെ എഴുതണമെന്ന് നോക്കാം. 24നെ നമുക്ക് ഫസ്റ്റ് തന്നെ 2 കൊണ്ട് പിരിച്ച് നോക്കിയാൽ 2 × 12 24 കിട്ടും. ഇനി 2 × 2 × 6, 2 2 4, 4 2 4 6 24 കിട്ടും. ഇനി അടുത്ത നോക്കിയാൽ 2 × 2 × 2 × 3 എന്ന് എഴുതാം. അപ്പോൾ 24 = 2 × 2 × 2 × 3. ഇനി അടുത്തത് രണ്ടാമത്തെ സംഖ്യ 35. 35നെ എങ്ങനെ പിരിച്ചെഴുതാം? 5 × 7. പിന്നെ മൂന്നാമത്തതിന് 36 = 2 × 18, 2 × 2 × 9, 2 × 2 × 3 × 3 36 നമുക്ക് കിട്ടും. ഇനി നാലാമത്തെ 60. 60നെ പിരിച്ചെഴുതുമ്പോൾ 2 × 30. അടുത്തത് 2 × 2 × 15, 2 × 2 4, 4 × 15 60 കേട്ടോ. അടുത്ത 60നെ കിട്ടുന്നത് എങ്ങനെയാണ്? 2 × 2 × 3 × 5 60 കിട്ടി. ഇനി അഞ്ചാമത്തെ 100ൻ്റെ 2 × 50, 2 × 2 × 25, 25നെ ഒന്നും കൂടി നമ്മൾ ഘടകങ്ങളാക്കിയപ്പോൾ 2 × 2 × 5 × 5 25 അല്ലേ.
അപ്പോൾ അങ്ങനെ എഴുതാം, പിരിച്ചെഴുതാം. ചുവടെയുള്ള സംഖ്യകളുടെ എല്ലാ ഘടകങ്ങളും കണ്ടുപിടിക്കുക. 35, 77, 26, 51, 95. 35 സമം 5 × 7. 35ൻ്റെ ഘടകങ്ങളാണ് 1, 5, 7, 35. ഇനി 77ൻ്റെ 7 × 11. 77ൻ്റെ ഘടകങ്ങൾ 1, 7, 11, 77. ഇനി 26ൻ്റെ ഘടകങ്ങൾ 2 × 13. 26ൻ്റെ ഘടകങ്ങൾ 1, 2, 13, 26. നാലാമത്തെ 51ൻ്റെ 3 × 17. 51ൻ്റെ ഘടകങ്ങൾ 1, 3, 17, 51. 95ൻ്റെ 5 × 19. 95ൻ്റെ ഘടകങ്ങൾ 1, 5, 19, 95. ചുവടെയുള്ള സംഖ്യകളെ അഭാജ്യ ഘടകങ്ങളുടെ ഗുണനഫലമായിട്ട് പിരിച്ചെഴുതുക. 72, 105, 144, 330, 900. ഇനി അഭാജ്യ ഘടകങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതുക. 72 8 × 9. 2 × 2 × 2 × 3 × 3. അടുത്തത് 105ൻ്റെ 5 × 21 സമം 5 × 3 × 7. അതിനെ നമ്മൾ ചെറുതെന്ന് വലുതാക്കി ആയിട്ടുള്ള 3 × 5 × 7 കേട്ടോ. ഇനി 144 9 × 16. 3 × 3 × 2 × 2 × 2 × 2. ഇനി അടുത്ത നാലാമത്തെ 330 33 × 10. 3 × 11 × 2 × 5. 2 × 3 × 5 × 11. അടുത്ത 900 9 × 100. 3 × 3 × 4 × 25. അടുത്തതായിട്ട് എഴുതാം 3 × 3 × 2 × 2 × 5 × 5.